+2 ഡിഗ്രി കഴിഞ്ഞവരാണോ? എങ്കിൽ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സ് പഠിച്ച് നാട്ടിലും വിദേശത്തും ജോലി നേടാനുള്ള അവസരം. ഇവിടെ നെബുലൈസറാണിത്. ഇതിൽ നമ്മളിവിടെ കണക്ട് ചെയ്യും. നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എയർ കയറുമ്പോഴത്തേക്കും ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് പൊങ്ങിപ്പോൾ. അപ്പോൾ നന്നായിട്ട് ഇത് കണക്ട് ചെയ്യുക. എന്നിട്ട് പേഷ്യൻറ്റിന് നമ്മൾ മാസ്ക് ഇട്ട് കൊടുക്കുക. CPR ആണ് ഇനി നെക്സ്റ്റ് നോക്കുന്നത്. അപ്പോൾ CPR കൊടുക്കുമ്പം എങ്ങനെയാണ് നമ്മൾ CPR കൊടുക്കണേ, ഏത് പൊസിഷനിലാണ് കൊടുക്കണേ, എത്ര കംപ്രഷൻ കൊടുക്കാം, എത്ര ബ്രീത്ത് കൊടുക്കാം എന്നൊക്കെയാണ് നമ്മൾ നോക്കണേ. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുന്നത് ഓക്സിജൻ ആണ്. ഓക്സിജൻ ഇൻഹലേഷൻ, അതായത് നെയ്സലിൽ കൂടെ എങ്ങനെയാണ് ഓക്സിജൻ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നെയ്സൽ ട്യൂബ് ഇട്ടിട്ടുണ്ട്. നമുക്ക് രണ്ട് രീതിയല്ല, ഒത്തിരി രീതി കൊടുക്കാം. പക്ഷേ ചില പേഷ്യൻസൊക്കെ അൺകോൺഷ്യസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരത് റിമൂവ് ചെയ്യും. അപ്പോൾ ഇത് ജസ്റ്റ് ഇവിടെ ടൈറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഈ പാർട്ട് നമ്മൾ ഓക്സിജൻ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇത് എത്ര ലിറ്റർ ആണോ ഒരു പേഷ്യൻസിന് കൊടുക്കേണ്ടത് അതനുസരിച്ചിട്ടാണ് പേഷ്യൻസിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നെയ്സൽ ഓക്സിജൻ ഇൻഹലേഷൻ എന്ന് പറയുന്നത്. സക്ഷനിങ് ആണ്. എന്താണ് സക്ഷനിങ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ സെക്രീഷൻസ് റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് സക്ഷനിങ് എന്ന് പറയുന്നത്.